ഒരു പുതിയ ചാനലാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യും. പിന്നീടും സക്സസ് കാണാതാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡെസ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഒരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനലിനെ തുടക്കത്തിൽ തന്നെ വിജയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും വലിയ ചാനലുകളെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ചാനലുകളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവർക്ക് കിട്ടുന്ന പോലെയുള്ള വ്യൂസും സബ്സ്ക്രൈബറും ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ ചാനലിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? അതായത് നമ്മുടെ തന്നെ റെക്കമെൻഡേഷനിൽ പുതിയ ചാനലുകൾക്ക് കൂടുതൽ വ്യൂസ് വരുന്നത് കാണാൻ സാധിക്കും. അതായത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ എല്ലാ ദിവസവും ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ കാറ്റഗറിയിൽ തന്നെയുള്ള പുതിയ ചാനലുകൾ വളരെ സബ്സ്ക്രൈബർ കുറവായിരിക്കും, 1000 സബ്സ്ക്രൈബർ ആയിരിക്കും, 2000 സബ്സ്ക്രൈബർ ആയിരിക്കും, അവരുടെയൊക്കെ വീഡിയോസിൽ 10,000 20,000 വ്യൂസ് വരുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ചാനലുകൾ റെക്കമെൻഡേഷനിൽ വരുമ്പോൾ അത്തരത്തിലുള്ള ചാനലുകൾ അതിപ്പോൾ ഏത് ഭാഷയിലായിക്കോട്ടെ, അത് ഇംഗ്ലീഷിലായിക്കോട്ടെ, ഹിന്ദിയിലായിക്കോട്ടെ, തമിഴിലായിക്കോട്ടെ, ഏത് ഭാഷയിലാണ് നിങ്ങളുടെ കണ്ടന്റിലാണെങ്കിൽ ആ ചാനലിൽ പോയിട്ട് ആ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് ആ ചാനൽ എന്ത് ട്രിക്കാണ് ചെയ്യുന്നത് എന്നുള്ളത്, അത് വീഡിയോ സ്ട്രാറ്റജി ആണെങ്കിലും അവരുടെ SEO ടെക്നിക്സ് ആണെങ്കിലും അത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു മനസ്സിലാക്കണം. ഇങ്ങനെ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിലും അത് ഫോളോ ചെയ്യാൻ പറ്റും. ആ റെക്കമെൻഡേഷൻ സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് പിന്നീട് വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും, അതിലൂടെ വ്യൂസ് വരികയും ചെയ്യും. അപ്പം നമ്മൾ ഇന്ന് കാണുന്നത്, അതായത് ഇന്ന് ചെക്ക് ചെയ്യുന്നത് ഇതുപോലെ തന്നെയുള്ള ഒരു അടിപൊളി ചാനലാണ്. അതായത് വെറും 60 ദിവസത്തിനുള്ളിൽ 60 വീഡിയോ ചെയ്തിട്ട് 1,00,000 സബ്സ്ക്രൈബറെ കൊണ്ടുവരികയും എല്ലാ വീഡിയോസിലും വ്യൂസ് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഈ ചാനൽ ഏത് ഭാഷയിലുള്ളത് എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർ ഏത് കാറ്റഗറിയിലാണ്, ആ കാറ്റഗറിയിൽ എങ്ങനെയാണ് അവർ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്, ആ വീഡിയോകൾ ചെയ്തിട്ട് എങ്ങനെയാണ് സക്സസിലേക്ക് എത്താൻ പറ്റിയത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് മൊബൈൽ സ്ക്രീനിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. ആദ്യം തന്നെ ഞാൻ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതിൽ നമ്മൾ സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ക്രിക്കറ്റ് ബോയ് എന്നാണ്. അതായത് ക്രിക്കറ്റ് ബയോ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ക്രിക്കറ്റ് ബോയ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇല്ല, ക്രിക്കറ്റ് ബോയ് എന്നുള്ള ഈ ചാനലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ക്രിക്കറ്റ് ബോയ് എന്നുള്ള ഈ ചാനലിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഈ ചാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ വീഡിയോ സെക്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ 62 വീഡിയോ ആണ് ചെയ്തേക്കുന്നത്, 1,32,000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ വീഡിയോ സെക്ഷനിൽ നോക്കിയിട്ട് ഏറ്റവും, അതായത് ലേറ്റസ്റ്റ് വീഡിയോ നമുക്കറിയാൻ പറ്റും, അതുപോലെ തന്നെ ഓൾഡസ്റ്റ് വീഡിയോ നോക്കുക. ഓൾഡസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാസം മുമ്പുള്ള വീഡിയോ ആണ്. ഈ 5 മാസം മുമ്പുള്ള വീഡിയോയിൽ 1800 വ്യൂസ് ആണ് വന്നേക്കുന്നത്. എന്നാൽ പിന്നീട് 4-ാം മാസം 36,000 വ്യൂസായി, 4-ാം മാസം തന്നെ 9,00,000 വ്യൂസായി, അതുപോലെ 4 മില്യൺ വ്യൂസ്, അതുപോലെ തൊട്ടടിയിലേക്ക് പോയ 3 മില്യൺ വ്യൂസ്. അതുപോലെ തന്നെ ഇതൊക്കെ ഷോർട്ട് വീഡിയോ ആണ് തുടക്കം ചെയ്തേക്കുന്നത്. അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തിൽ ചെയ്തേക്കുന്ന കുറച്ച് വീഡിയോസുകൾ, അതായത് കുറച്ചധികം വീഡിയോസുകൾ ഷോർട്ട് വീഡിയോകളാണ് ചെയ്തേക്കുന്നത്. അതിനുശേഷം വീഡിയോ ലെങ്ത് വന്നേക്കുന്നത് 1 മിനിറ്റ് 1.5 മിനിറ്റിന്റെ വീഡിയോസ് ആണ്. അതുപോലെ തന്നെ വീഡിയോയുടെ കണ്ടന്റ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതായത് വീഡിയോയുടെ കണ്ടന്റ് നമുക്ക് ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇത് ക്രിക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ പോയി വാച്ച് ചെയ്യണം. അതായത് ഇത്തരം കണ്ടന്റുകൾ, ആ കണ്ടന്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ടൈറ്റിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ചാനൽ ക്ലിക്ക് ചെയ്ത് അബൌട്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ചാനൽ തുടങ്ങിയിട്ട് വെറും 2021 ഒക്ടോബറിലാണ് തുടങ്ങിയേക്കുന്നത്. പക്ഷേ 5 മാസമായിട്ടുള്ള ഇതിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഈ 2 മാസമായിട്ടാണ് കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നത്. അതിലൂടെ ഇതിന് ഒരുപാട് റീച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് പറയാം. അതായത് നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ക്രിക്കറ്റിന് ഫാൻസ് ഒരുപാടുണ്ട്. ആ ക്രിക്കറ്റിന്റെ ഫാൻസിന് അടുത്തേക്ക്, അതായത് കോടിക്കണക്കിന് ഫാൻസ് ആണ് ക്രിക്കറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിന്റെ ബെസ്റ്റ് മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ഫാനിന്റെ അടുത്തേക്ക് ഒരു ദിവസം ഒരു വീഡിയോ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതേ ചാനലിന്റെ തന്നെ വീഡിയോ റെക്കമെൻഡേഷനിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 1.5 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ അത്തരം വീഡിയോകൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുകയും അതിലൂടെ കൂടുതൽ സബ്സ്ക്രൈബറുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബർ നമുക്ക് ലഭിക്കുകയും കൂടുതലായിട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോടികൾ ആൾക്കാർ ഫാൻസ് ഉള്ള ഏതെങ്കിലും കാറ്റഗറി നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് സെർച്ച് വോളിയാണുള്ളത്, ഒരുപാട് ആൾക്കാർ നമുക്ക് നമ്മുടെ വീഡിയോ കാണാനുണ്ടാവും. അതുപോലെ തന്നെ അതിൽ നിന്നുള്ള റവന്യൂ നമുക്ക് കോടിക്കണക്കിനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.